السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على النبي المصطفى وعلى آله وصحبه أجمعين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അള്ളാഹുവിൻ്റെ 8 സിഫത്തുകളെക്കുറിച്ചുള്ള ചർച്ചയിൽ അവ്യക്തത നിലനിൽക്കുന്ന 3 സിഫത്തുകൾ അഥവാ കലാമ്, തക്വീന്, ഇറാദത്ത് എന്നിവയെക്കുറിച്ചുള്ള വിശദമായ വിവരണമാണ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിൽ കലാമിനെക്കുറിച്ചും തക്വീനിനെക്കുറിച്ചും നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. ഇനി ശേഷിക്കുന്നത് ഇറാദത്താണ്. ഇറാദത്ത് എന്നാൽ അള്ളാഹുവിൻ്റെ താൽപ്പര്യം, അള്ളാഹുവിൻ്റെ നിർമ്മാണം എന്ന പ്രോസസ്സിൽ നിർണായകമായ സ്വാധീനം ചെലുത്തുന്ന ഒരു സിഫത്ത്. അഥവാ കുദറത്തും ഇറാദത്തും ചേരുമ്പോഴാണ് അള്ളാഹുവിൻ്റെ നിർമ്മാണം പൂർണ്ണമാവുന്നത്. തക്വീന് അസലിയാണ്, കുദറത്ത് അസലിയാണ്, ഇറാദത്തും അസലിയാണ്. പക്ഷെ കുദറത്ത് എല്ലാ വസ്തുക്കളുടെ കാര്യത്തിലും സമമാണ്, എപ്പോഴും ഉണ്ടാവാം അല്ലേ? അള്ളാഹുവിൻ്റെ കഴിവ് എല്ലാ വസ്തുക്കളോടും സമമായി ചേർന്ന് നിൽക്കുന്നതാണ്. പക്ഷെ അതിലേക്ക് ഇറാദത്ത് വരുമ്പോഴാണ് ഏത് സമയത്തുണ്ടാവണം, ഏത് രൂപത്തിലുണ്ടാവണം എന്ന് നിർണ്ണയിക്കപ്പെടുന്നത്. ഉദാഹരണം, ഒരു കുഞ്ഞ് ഇന്ന് ജനിക്കുക എന്നുള്ളത്, ആ കുഞ്ഞിനെ ജനിപ്പിക്കുക എന്നുള്ള കുദറത്ത് അള്ളാഹുവിന് ഇന്നും ഇന്നലെയും നാളെയും ഒരുപോലെ തന്നെയാണ്. പക്ഷെ അതിലേക്ക് ഇറാദത്ത് വരുമ്പോഴാണ് ഇന്ന് ആ കുഞ്ഞുണ്ടാവുന്നത്. ഓക്കെ, അങ്ങനെ ഒരു നിർണായക സ്വാധീനം ചെലുത്തുന്നു ഇറാദത്ത് എന്നർത്ഥം. അപ്പോൾ അതിൻ്റെ വിശദീകരണമാണ്, വളരെ ചെറിയ വിശദീകരണമാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ പാഠഭാഗത്തേക്ക് കടക്കുന്നതിന് മുമ്പ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഒരേ ഒരു കാര്യമെന്ന് പറയുന്നത്, ഇവിടെ 5 അഭിപ്രായങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. ഏറ്റവും ആദ്യമായി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഭിപ്രായം, ഇറാദത്ത് എന്ന് പറഞ്ഞാൽ സിഫത്തുൽ ലില്ലാഹി തആല അസലിയത്തുൻ ഖായിമത്തുൻ ബിദാത്തിഹി, അള്ളാഹുവിൻ്റെ ദാത്തിൽ നിലനിൽക്കുന്ന അസലിയായ ഒരു സിഫത്താണ് ഇറാദത്ത്. 2 ഫിലോസഫേഴ്സിൻ്റെ അഭിപ്രായമാണ്. അവർ പറയുന്നത് അള്ളാഹു തആലാക്ക് ഇറാദത്ത് എന്ന് പറയുന്ന ഒരു വസ്തുവേ ഇല്ല, അള്ളാഹു മൂജിബും ബിദാത്താണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹു അങ്ങനെ ഉണ്ടായി, പിന്നെ ഓരോ വസ്തുക്കൾ അല്ലേ, അതിൽ അള്ളാഹുവിന് സ്വാധീനമൊന്നുമില്ല, അതങ്ങനെ ഉണ്ടായി വന്നതാണ് എന്നർത്ഥം. 3ാമത്തെ വിഭാഗം നജാരിയത്താണ്. അവർ പറയുന്നത് ഇറാദത്തുണ്ട്, പക്ഷെ അത് സിഫത്തല്ല, അത് അള്ളാഹുവിൻ്റെ ദാത്തിയായൊരു സംഗതിയാണ്. അള്ളാഹു മുരീദും ബിദാത്താണ് എന്ന രൂപത്തിലാണ് അവർ പറയുന്നത്. അതിൻ്റെ വിശദീകരണത്തിലേക്ക് നമുക്ക് കിടക്കാം. 4ാമത്തെ വിഭാഗം മുഅ്തസിലയിലെ ചില ആളുകളാണ്. അവർ പറയുന്നത് അള്ളാഹുവിന് ഇറാദത്ത് എന്ന സിഫത്തുണ്ട്, പക്ഷെ അത് അസലിയല്ല, ഹാദിസാണ്. അപ്പോൾ ചോദ്യം, ഹാദിസായൊരു കാര്യം, ഹാദിസായൊരു സിഫത്ത് അള്ളാഹുവിൻ്റെ ദാത്തിൽ നിലനിൽക്കുമോ? അതിനവർക്ക് ഉത്തരവുമുണ്ട്. അത് അള്ളാഹുവിൻ്റെ ദാത്തിലല്ല ഈ ഇറാദത്ത് എന്ന് പറയുന്ന സിഫത്തുള്ളത്, മറിച്ച് അതിനൊരു സ്ഥലമില്ല. ആ ഇറാദത്ത് എന്ന് പറയുന്ന സിഫത്തിന് നിലനിൽക്കാനൊരു സ്ഥലമില്ല, അങ്ങനെയുള്ളൊരു സിഫത്താണത്. 5 കറാമിയത്താണ്. കറാമിയത്ത് പറയുന്നത് അള്ളാഹുവിന് സിഫത്തുണ്ട്, ഇറാദത്ത് എന്ന സിഫത്തുണ്ട്, അത് ഹാദിസാണ്, അതിന് നിലനിൽക്കാൻ മഹല്ലുമുണ്ട്. ആ മഹല്ല് ഏതാണ്? അള്ളാഹു തന്നെയാണ്. അപ്പോൾ അവസാനത്തെ 4 2, 3, 4, 5 അഭിപ്രായങ്ങൾക്ക് മറുപടി കൂടിയാണ് 1ാമത്തെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ നിലപാട്. അതിങ്ങനെയാണ്, അള്ളാഹുവിന് സിഫത്താണ് ഇറാദത്ത്. അപ്പോൾ 1ാമത്തെ വിഭാഗം പോയി, അഥവാ ഫിലോസഫേഴ്സ്. മാത്രവുമല്ല, ഇറാദത്ത് എന്ന് പറയുമ്പോൾ തന്നെ ഫിലോസഫേഴ്സ് പോയി, സിഫത്ത് എന്ന് പറയുമ്പോൾ നജ്ജാരിയത്ത് പോയി, 3ാമത്തത് അസലിയത്ത് എന്ന് പറഞ്ഞാൽ ബഅ്ദുൽ മുഅ്തസിലത്ത് പോയി, ഖായിമത്തുൻ ബിദാത്തിഹി എന്ന് പറഞ്ഞാൽ മറ്റേ കറാമിയ വിഭാഗവും പോയി. അപ്പോൾ ഈ ഒരു വിശദീകരണത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് ഇതാണ്, ഈ 5 അഭിപ്രായങ്ങൾ. ഓക്കെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കററ ദാലിക, ഇത് ആവർത്തിച്ചു. ഏതാണ് ആവർത്തിച്ചത്? സിഫത്തുൻ അസലിയത്തുൻ ഖായിമത്തുൻ ബിദാത്തിയ. തക്വീന് എന്നുള്ളടത്ത് പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ വല്ല ഇറാദത്തു എന്ന് പറഞ്ഞാൽ പോരെ, പിന്നെ അത് ആവർത്തിക്കണോ? സിഫത്തുൽ ലില്ലാഹി തആല അസലിയത്തുൻ ഖായിമത്തുൻ ബിദാത്തിഹി എന്ന് ആവർത്തിക്കണോ? വേണം. തഅക്കീദിന്, അതൊന്ന് തഅക്കീദ് എന്നർത്ഥത്തിലാണ്. 2 തഹ്ഖീഖൽ ഇസ്ബാത്തി സിഫത്തിൻ ഖദീമത്തിൽ ലില്ലാഹി തആല, അള്ളാഹുവിന് ഖദീമായൊരു സിഫത്ത് എന്നതിനെ ഒന്ന് ഇസ്ബാത്ത് ചെയ്യുക എന്നുള്ള രൂപത്തിൽ കൂടിയാണ്. അങ്ങനെ ആ സിഫത്ത് തഖ്തലി, ഇറാദത്ത് വെറും ഒരു സിഫത്തല്ല, അതിനൊരു പ്രത്യേകത കൂടിയുണ്ട്. തഖ്തലി തഖ്സീസൽ മുക്കവ്വനാത്തി, മുക്കവ്വനാത്തുകളിൽ ചിലതിന് മറ്റു ചിലതിനേക്കാൾ തഖ്സീസ് ഉണ്ട് എന്ന് പറയുന്ന സിഫത്താണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കുദ്റത്തിൻ്റെ കാര്യത്തിൽ എല്ലാ മുക്കവ്വനാത്തും ഒരുപോലെയാണ്, ഒന്നിന് മറ്റൊന്നിനേക്കാൾ തഖ്സീസില്ല. കാരണം അള്ളാഹുവിന് ഓരോന്നിൻ്റെ മേലുള്ള കുദ്റത്ത് ഒരേപോലെയാണ്. എന്നാൽ ഇറാദത്തിൽ അങ്ങനെയല്ല. ഇറാദത്തിൽ ബി വജ്ഹിൻ ദൂന വജ്ഹിൻ, അള്ളാഹുവിൻ്റെ ഇറാദത്ത് ചേരുമ്പോൾ ഒരു കുഞ്ഞ് നാളെ ഉണ്ടാവുന്നു, ഇന്നുണ്ടാവുന്നില്ല. ഓക്കെ, ഇന്നുണ്ടാവുന്ന കുഞ്ഞ്
ഇന്നലെ ഉണ്ടാവുന്നില്ല, നാളെയും ഉണ്ടാവുന്നില്ല, ഇന്നാണ് ഉണ്ടാവുന്നത്. ഒരു തഖ്സീസ് വരുന്നുണ്ട് അവിടെ. ബിവജ്ഹിൻ ദൂന വജ്ഹിൻ വഫീ വക്തിൻ ദൂന വക്തിൻ. അപ്പോൾ ഇതാണ് ഇറാദത്തിൻ്റെ ഒരു പ്രത്യേകത. ഇനി നമ്മൾ ആ ഫിറക്കുകളിലേക്ക്, അഭിപ്രായാന്തരങ്ങളിലേക്ക് കടക്കുകയാണ്. ആദ്യമായിട്ടുള്ള നമ്മുടെ അഭിപ്രായം പറഞ്ഞു. ഇനി ലാ കമാ സഅമത്തിൽ ഫലാസിഫ, ഫിലോസഫേഴ്സുകൾ പറയുന്ന പോലെയല്ല കാര്യങ്ങൾ. അവരെന്താ പറയുന്നത്? മിൻ അന്നഹു തആല, അല്ലാഹു തആല മൂജിബും ബിദ്ദാത്ത്, അല്ലാഹു ബിദ്ദാത്ത് മൂജിബാണ്. അല്ലാഹു എന്താ ഉണ്ടാവേണ്ടതാണ് നിർബന്ധമായിട്ടും, അങ്ങനെയാണ് ഉണ്ടായതാണ്. ലാ ഫായിലും ബിൽ ഇറാദത്തി, എന്നാൽ അള്ളാഹു അവൻ്റെ ഇറാദത്ത് കൊണ്ട് പ്രവർത്തിക്കുന്നതല്ല. എന്ന് വെച്ചാൽ ലോകത്തുള്ള വസ്തുക്കളൊന്നും അള്ളാഹുവിൻ്റെ നിർമ്മാണം എന്ന സ്വാധീനത്താൽ ഉണ്ടായതല്ല. അള്ളാഹുവിന് ആ വസ്തുക്കളുടെ മേൽ സ്വാധീനമില്ല എന്നാണ് ഫിലോസഫേഴ്സ് പറയുന്നത്. വല്ല ഇഖ്തിയാരി, അള്ളാഹുവിൻ്റെ ഇഖ്തിയാർ വഴി ഉണ്ടാവുന്നതല്ല ലോകത്തുള്ള വസ്തുക്കൾ. ഓക്കെ. അടുത്തത് നജ്ജാരിയ വിഭാഗം പറയുന്നത്. അത് നിങ്ങൾക്ക് ഏതാണ് വിഭാഗം എന്നുള്ള വിശദീകരണത്തിലേക്കൊന്നും കിടക്കുന്നില്ല. ഗൂഗിൾ നോക്കിയാൽ കൃത്യമായി കിട്ടുന്നതാണ്. അവർ ചില കാര്യങ്ങളിൽ, ഹൽക്കിൻ്റെ കാര്യങ്ങളിലൊക്കെ, മനുഷ്യന്മാരുടെ ഹൽക്കുണ്ട്, മനുഷ്യന്മാരുടെ പ്രവർത്തനം, ആ കാര്യങ്ങളിലൊക്കെ അഹ്ലുസുന്നത്തുമായി ചേർന്ന് നിൽക്കുന്ന വിഭാഗമാണ്. മറ്റൊരുപാട് കാര്യങ്ങളിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തുമായി ചേർന്ന് നിൽക്കുന്ന ഈ നജ്ജാരിയ വിഭാഗം പറയുന്നത് അള്ളാഹുവിന് ഇറാദത്തുണ്ട്, പക്ഷെ അതൊരു സിഫത്തല്ല. മിൻ അന്നഹു മുരീദും ബിദാത്തിഹി, അള്ളാഹുവിൻ്റെ ദാത്തിലാണ് ആ ഇറാദത്ത് നിൽക്കുന്നത്, അല്ലാതെ അള്ളാഹുവിന് അങ്ങനെ ഒരു സിഫത്തില്ല, അള്ളാഹു ദാത്തിയായിട്ട് ഉദ്ദേശിക്കുന്നതാണ് എന്ന്. വബാലുൽ, അതിൻ്റെ എന്താണ് ആ വ്യത്യാസം എന്നൊക്കെ ഇതിൻ്റെ വിശദീകരണത്തിൽ വരും, താഴെ ഭാഗത്ത് വരും. വബാലുൽ മുഅ്തസില വിഭാഗത്തിൽ ചിലർ പറയുന്നത് അള്ളാഹു ഇറാദത്തുണ്ട്, മിൻ അന്നഹു മുരീദും ബി ഇറാദത്തിൻ, അള്ളാഹു ഇറാദത്ത് എന്ന സിഫത്ത് കൊണ്ട് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, പക്ഷേ ആ സിഫത്ത് ഹാദിസത്താണ്, ലാഫി മഹല്ലിൻ, എന്നാൽ ആ ഹാദിസായ സിഫത്ത് അള്ളാഹുലല്ല നിലനിൽക്കുന്നത്, ആ സിഫത്തിന് നിലനിൽക്കാൻ ഒരു ഇടമില്ല. വൽ കറാമിയ വിഭാഗം പറയുന്നത് മിൻ അന്ന ഇറാദത്തഹു, അള്ളാഹുവിൻ്റെ ഇറാദത്ത് ഹാദിസാണ്, അത് നിലനിൽക്കുന്നത് ഫീ ദാത്തിഹി, അള്ളാഹുവിൻ്റെ ദാത്തിലുമാണ്. ഓരോ വിഭാഗങ്ങളുടെയും അഭിപ്രായങ്ങൾക്കിടയിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. അപ്പോൾ ഇത്രയുമാണ് കാര്യങ്ങൾ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? 4 വിഭാഗങ്ങൾക്ക് മറുപടി പറയണം. അതൊന്ന് വളരെ ചെറിയ രൂപത്തിൽ പറയണം. വദ്ദലീലു അലാ മാ ദക്കർന, നമ്മൾ പറഞ്ഞ രീതിയിൽ ഇറാദത്തിനുള്ള തെളിവ് എന്താണെന്ന് ചോദിച്ചാൽ അൽ ആയാത്തുൻ നാത്തിഖത്തു, നസ്സാണ്, ഖുർആനും ഹദീസുമാണ്. ബി ഇസ്ബാത്തി സിഫത്തിൽ ഇറാദത്തി വൽ മഷീഅത്തി ലില്ലാഹി തആല, ഇറാദത്ത് മഷീഅത്ത് എന്ന് പറയുന്ന സിഫത്ത് അള്ളാഹുവിനുണ്ട് എന്ന് വ്യക്തമായി പറയുന്ന ഖുർആൻ്റെയും ഹദീസിൻ്റെയും സ്ഥിരീകരണങ്ങളാണ്. പിന്നെയോ, അപ്പോൾ അവിടെ അത് നസ്സ് മാത്രം, ഇനി ലോജിക്കായിട്ട് പറയാം. മഅൽ ഖത്ഇ, പിന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ബി ലുസൂമി ഖിയാമി സിഫത്തി ഷൈഇ ബിഹി. ആർക്ക് മറുപടിയായിട്ട്? മുഅ്തസിലത്തിന് മറുപടിയായിട്ട് ബിൽ ഉസൂമി ഖിയാമി സിഫത്തി ഷൈഇ, ഒരു വസ്തുവിൻ്റെ സിഫത്ത് നിലനിൽക്കണം, ബിഹി, അതിൽ തന്നെ നിലനിൽക്കണം. അള്ളാഹുവിൻ്റെ സിഫത്താണെന്ന് പറയുക, എന്നിട്ട് അള്ളാഹുവിൽ നിലനിൽക്കാതിരിക്കുകയും ചെയ്യുക, എന്ത് ബക്വാസാണത്? അതൊരു ഔക്വാർഡ് ആയിട്ടുള്ള ഒപ്പീനിയനാണ് അല്ലേ? അള്ളാഹുവിൻ്റെ സിഫത്താണെന്ന് അള്ളാഹുവിലെല്ലാം നിലനിൽക്കുന്നത്, അതൊരു തെറ്റാണ്. അതിനെക്കുറിച്ച് ഇനി വിശദീകരണത്തിലേക്കൊന്നും കിടക്കണ്ട. അപ്പോൾ മുഅ്തസിലത്തിന് മറുപടിയായി. പിന്നെയോ വംതിനായി ഖിയാമിൽ ഹവാദിസി ബിദാത്തിഹി തആല, എന്നാലും ഇനി അള്ളാഹുലാണ് നിലനിൽക്കുന്നതെങ്കിൽ അള്ളാഹുവിൻ്റെ ദാത്തിൽ ഹാദിസായ സംഗതികൾ നിലനിൽക്കുക എന്നുള്ളത് അതും തെറ്റാണ്. അപ്പോൾ ആർക്ക് മറുപടിയായി? കറാമിയത്തിന് മറുപടിയായി. അപ്പോൾ ബാക്ക് നിന്നാണ് വരുന്നത്. കറാമിയത്തിന് മറുപടിയായിട്ട് പറയാം, അള്ളാഹു എന്ന് പറയുന്ന ഖദീമായൊരു ദാത്തിൽ ഇറാദത്ത് എന്ന് പറയുന്ന ഹാദിസായ സിഫത്ത് അങ്ങനെയാണെങ്കിൽ നിലനിൽക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം തെറ്റി. മുഅ്തസിലത്ത് പറയുന്ന പോലെ ഒരു വസ്തുവിൻ്റെ സിഫത്ത് ആ വസ്തുവിലല്ല നിലനിൽക്കുന്നതെങ്കിൽ പിന്നെ എവിടെ നിലനിൽക്കുക? ഇനി അടുത്തത് വഅയ്ളൻ നിളാമുൽ ആലമി വ വുജൂദുഹു, ലോകത്തിൻ്റെ ഈ ഒരു സിസ്റ്റം, പിന്നെ ഈ ലോകത്തിൻ്റെ ഉണ്മ, ഇവ രണ്ടും അലൽ വജ്ഹിൽ ഔഫഖി വൽ അസ്ലഹി, അലൽ വജ്ഹിൽ ഔഫഖിൽ അസ്ലഹി, ഇത്രയും മികച്ചതും ഏറ്റവും യോജ്യമായതുമായ രീതിയിലുള്ള ഈ ഒരു നിലനിൽപ്പ് ദലീലുൻ അലാ കൗനി സാനിഹി ഖാദിറൻ മുഖ്താറ. ഓക്കെ, അപ്പോൾ ഇത് ആദ്യം നമ്മൾ ഫിലോസഫേഴ്സിനാണ് മറുപടി പറയുന്നത്. മൂന്നാമതായിട്ട് ദലീലുൻ, അതൊരു തെളിവാണ്, അലാ കൗനി സാനിഹി, ഇതിനെ നിർമ്മിച്ചയാൾ, ഇപ്പോൾ ഇത്രയും നല്ല രൂപത്തിൽ ലോകത്തെ കാണുമ്പോൾ അതിനെ നിർമ്മിച്ചയാൾ ഖാദിറൻ മുഖ്താറൻ, അതായത് കഴിയുന്ന ആളുമായിരിക്കണം, മാത്രമല്ല അടിവരടേണ്ടത് മുഖ്താറൻ, ആ ആൾക്ക് ഇഷ്ടമുള്ള രൂപത്തിലാണല്ലോ ചെയ്യേണ്ടത്, അല്ലാതെ ആരുടെയും ഇഷ്ടമല്ലാതെ വെറുതെ എന്താണ് ഇപ്പോൾ ഇതൊരു, അതും കൃത്യമായ രൂപമാണ്.
അല്ലേ? ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ പിന്നെ അതിനുശേഷം ഓരോ മനുഷ്യരൂപം ഒരു രീതിയിലാണ്, ജന്തുരൂപം മറ്റൊരു രീതിയിലാണ്. ഇതൊക്കെ ഒരു വ്യവസ്ഥാപിതമാണ്. അപ്പോൾ ഇതിലൊരു ഇഖ്തിയാറുണ്ട് എന്നർത്ഥം വരുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ മനുഷ്യനെല്ലാവരും ഈ രൂപത്തിൽ തന്നെ ഉണ്ടാവണം എന്നുള്ളതിനൊരു വ്യവസ്ഥ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ലോകത്തിൻ്റെ ഈ വ്യവസ്ഥാപിതമായ ഈ യോജ്യമായ രീതിയിലുള്ള ഉണ്മ എന്ന് പറയുന്നത് അതിൻ്റെ മുഖ്താറാണ് എന്നുള്ളതിൻ്റെ മേൽ അറിയിക്കുന്നു. ആർക്കു മറുപടിയായി? ഫിലോസഫേഴ്സിന് മറുപടിയായി. അതേപോലെ തന്നെ ഇനി അവസാനമായിട്ട് നമ്മൾ നജ്ജാരിയത്തിന് കൂടി മറുപടി പറഞ്ഞ് നിർത്താം. വക്കഥ ഹുദൂസുഹു, അതുപോലെ തന്നെ അതിൻ്റെ ഹുദൂസ്, ഇത് ലൗകാന ലോകത്തിൻ്റെ ഹുദൂസ്, ഇത് ലൗകാന സാനിയോഹു, അപ്പോൾ ആ ലോകത്തിൻ്റെ സാനി ആണെങ്കിൽ മൂജിബം ബിദ്ദാത്തി, ബിദ്ദാത്ത് മൂജിബാണെങ്കിൽ, അങ്ങനെയാണല്ലോ നജ്ജാരിയത്ത് പറഞ്ഞത്, ബിദ്ദാത്ത് മൂജിബാണെങ്കിൽ ലസിമ ഖിദമഹു, അപ്പോൾ എന്തും വേണ്ടി വരും? ഈ ലോകവും ഖദീമാ വേണ്ടി വരും. ലറൂറത്ത് ഇംതിനായി തഖല്ലുഫിൽ മഅലൂലി അൻ ഇല്ലത്തിഹിൽ മൂജബ, കാരണം എന്താ? അതിനോട് ചേർന്നിട്ടല്ലേ ലോകം ഉണ്ടാവുന്നത്. അപ്പോൾ അള്ളാഹു ലോകത്തിൻ്റെ മേൽ കഴിവുണ്ട്, അള്ളാഹു ബിദ്ദാത്ത് മൂജിബാണ്. ഇതാണെങ്കിലോ ഇറാദത്തൊരു സിഫത്തല്ലെങ്കിൽ പിന്നെന്താണ്? ഈ ലോകം എന്ന് പറയുന്ന സംഗതി എന്താവും? അള്ളാഹുവിൻ്റെ മഅലൂലായി മാറും. അള്ളാഹു അതിൻ്റെ ഇല്ലത്ത്, ലോകം മഅലൂല്. എങ്ങനെ അള്ളാഹു മഅലൂല്, അള്ളാഹു ഇല്ലത്ത്, അള്ളാഹു കാരണമാണ്. എന്തിൻ്റെ കാരണം? ലോകമുണ്ടാവാനുള്ള കാരണം അല്ലേ? അപ്പോൾ ഇല്ലത്തിനെ തൊട്ട് ഇല്ലത്തിനെ തൊട്ട് മഅലൂല് പിന്താൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ അള്ളാഹു ഉണ്ടായ കാലത്ത് തന്നെ ലോകം ഉണ്ടാവേണ്ടി വരും. അതാണ് പ്രശ്നം. ഇത് ലൗകാന സാനിഹു മൂജിബം ബിദ്ദാത്തി, അള്ളാഹു മൂജിബം ബിദ്ദാത്താണെങ്കിൽ, ഇത് ഫിലോസഫേഴ്സിനുള്ള മറുപടിയാണല്ലേ. അപ്പോൾ അതിന് മുമ്പുള്ളതാണ് നജ്ജാരിയത്തിനുള്ള മറുപടി. ഇത് ലൗകാന സാനിഹു മൂജിബം ബിദ്ദാത്തി, അള്ളാഹു മൂജിബും ബിദ്ദാത്താണെങ്കിൽ ലസിമ ഖിദമഹു, അള്ളാഹു ഈ ലോകവും ഖദീമാവേണ്ടി വരും. കാരണം ലറൂറത്ത് ഇംതിനായി തഖല്ലുഫിൽ മഅലൂലി, മഅലൂലായ ഈ ലോകം എന്നുള്ളത് പിന്താൻ പാടില്ലല്ലോ. അൻ ഇല്ലത്തിഹിൽ മൂജിബ, അതിനെ മൂജിബും ബിദ്ദാത്തായ അള്ളാഹു എന്ന ഇല്ലത്തിനെ തൊട്ട് പിന്താൻ പാടില്ലല്ലോ അല്ലേ? അള്ളാഹുവിനൊരു സ്വാധീനമില്ലെങ്കിൽ പിന്നെ അള്ളാഹു ഇല്ലത്ത് മാത്രമായിട്ടാണ് മാറുക. അപ്പോൾ ഇല്ലത്തിനെ തൊട്ട് മഅലൂല് പിന്താൻ പാടില്ല. അപ്പോൾ അതിനുള്ള മറുപടിയുമായി ഇങ്ങനെ 4 അഭിപ്രായങ്ങൾക്ക് മറുപടി പറയുക മാത്രമാണ് ഇറാദത്തിൻ്റെ കാര്യത്തിൽ ചെയ്യുന്നത് ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതാണ് നിങ്ങൾ കുറിപ്പായി തയ്യാറാക്കി വെക്കേണ്ടത്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.